ജെറമിയ അധ്യായം 47. ഫറവോ ഗാസ പിടിച്ചടക്കുന്നതിന് മുൻപ് ഫിലിസ്തീനെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ വടക്ക് നിന്ന് ജലമുയരുന്നു, അത് കവിഞ്ഞൊഴുകുന്ന പ്രവാഹമായിത്തീരും. ദേശവും അതിലുള്ളവയും നഗരവും നിവാസികളും മുങ്ങിപ്പോകും. ജനങ്ങൾ നിലവിളിക്കും, ദേശവാസികളെല്ലാം വിലപിക്കും. അവൻ്റെ കുതിരകളുടെ കുളമ്പടിയും രഥങ്ങളുടെ ഘോഷവും ചക്രങ്ങളുടെ ആരവവും കേട്ട് കുഞ്ഞുങ്ങളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ പിതാക്കന്മാർ ഓടുന്നു. അവരുടെ കരങ്ങൾ അത്ര ദുർബലമാണ്. ഫിലിസ്ത്യരെ ഉന്മൂലനം ചെയ്യുകയും ടൈറിലെയും സീദോനിലെയും അവരുടെ കൂട്ടാളികളെ വിച്ഛേദിക്കുകയും ചെയ്യുന്ന ദിനം വരുന്നു. കഫ്തോർ തീരത്ത് അവശേഷിച്ച ഫിലിസ്ത്യരെ കർത്താവ് നശിപ്പിക്കും. ഗാസ ശൂന്യമായി, അഷ്കലോൺ നശിച്ചിരിക്കുന്നു. അനാക്കിമിൻ്റെ അവശിഷ്ട ജനമേ, എത്രനാൾ നിങ്ങൾ നിങ്ങളെ തന്നെ മുറിവേൽപ്പിക്കും? കർത്താവിൻ്റെ വാളെ, നീ എന്ന് നിശ്ചലമാകും? നീ ഉറയിലേക്ക് മടങ്ങി നിശ്ചലമായിരിക്കുക. കർത്താവ് നിയോഗിച്ചിരിക്കെ അതെങ്ങനെ സ്വസ്ഥമാകും? അഷ്കലോണിനും സമുദ്രതീരത്തിനുമെതിരെ കർത്താവ് അതിനെ അയച്ചിരിക്കുന്നു. ജെറമിയ അധ്യായം 48. ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് മോവാബിനെ കുറിച്ച് അരുളി ചെയ്യുന്നു, നേബോയ്ക്ക് ദുരിതം, അത് ശൂന്യമായിരിക്കുന്നു. അന്യാധീനമാകയാൽ കിരിയാത്തായിയും ലജ്ജിക്കുന്നു. കോട്ട അപമാനിതമായി, അത് തകർക്കപ്പെട്ടു. മോവാബിൻ്റെ പ്രശസ്തി അസ്തമിച്ചു. ഹെഷ്ബോണിൽ വെച്ച് അവർ ദുഷ്ടത നിരൂപിച്ചു. വരിക, ഒരു ജനതയാകാതെ നമുക്ക് അവളെ വിച്ഛേദിക്കാം. ഭ്രാന്തന്മാരെ, നിങ്ങളും നിശബ്ദരാക്കപ്പെടും. വാൾ നിങ്ങളെ പിന്തുടരും. ഇതാ ഹൊറോണായിമിൽ നിന്ന് ഒരു വിലാപസ്വരം, ശൂന്യത, ഭീകരനാശം. മോവാബ് നശിച്ചു, സോവാർ വരെ രോദനം മുഴങ്ങുന്നു. അവർ കരഞ്ഞുകൊണ്ട് ലൂഹിത് കയറ്റം കയറുന്നു. ഹൊറോണായിം ഇറക്കത്തിൽ അവർ നാശത്തിൻ്റെ ആർത്തനാദം കേട്ടു. ഓടി രക്ഷപ്പെടുവിൻ, മരുഭൂമിയിലെ കാട്ടുകഴുതിയെപ്പോലെ ഓടുവിൻ. കോട്ടകളിലും ധനത്തിലും നീ ആശ്രയിച്ചു, നീയും പിടിക്കപ്പെടും. കെമോഷ് ദേവൻ പ്രവാസിയാകും, ഒപ്പം അവൻ്റെ പുരോഹിതന്മാരും പ്രഭുക്കളും. കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരം തോറും സംഹാരകൻ വരും. ഒരു പട്ടണവും രക്ഷപ്പെടുകയില്ല. താഴ്വരകൾ തകർക്കപ്പെടും, സമതലങ്ങൾ നശിക്കും. മോവാബിന് ചിറക് നൽകുവിൻ, അവൾ പറന്നു പോകട്ടെ. അവളുടെ നഗരങ്ങൾ ശൂന്യമാകും, അതിൽ ആരും വസിക്കുകയില്ല. കർത്താവിൻ്റെ വേലയിൽ അലസനായവൻ ശബ്ദൻ, വാളുകൊണ്ട് രക്തം ചൊരിയാത്തവൻ ശബ്ദൻ. മദ്യത്തിൻ്റെ മട്ടിൽ പുതഞ്ഞ് മോവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിൻ്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചുകളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെക്കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കെമോഷിനെക്കുറിച്ച് മോവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മോവാബിൻ്റെയും അവൻ്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവൻ്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. മോവാബിൻ്റെ നാശം സമീപിച്ചു, അവൻ്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവൻ്റെ നാമം അറിയുന്നവരെ, അവനെ ഓർത്ത് വിലപിക്കുവിൻ.
അവൻ്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ടു വിണ്ട നിലത്തിരിക്കുക. മോവാബിൻ്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്തു കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവനോടും ഓടി രക്ഷപ്പെടുന്നവളോടും എന്ത് സംഭവിച്ചെന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ച് കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൺ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി, ഹോളോൺ, ജാഹ്സ, മെഫാത്ത്, ദീബോൻ, നേബോ, ബദ്ദിബ്ലാത്തായിം, കിരിയാത്തായിം, ബദ്ഗാമുൽ, ബെത്മയോൺ, കെരിയോത്ത്, ബൊസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള എല്ലാ മോവാബി നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മോവാബിൻ്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മോവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നോ? മോവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ. ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെപ്പോലെ കഴിയുവിൻ. മോവാബിൻ്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! അവൻ്റെ ഔദ്ധത്യം ഞാൻ അറിയുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ പൊങ്ങച്ചവും പ്രവൃത്തിയും വ്യാജമാണ്. മോവാബിനെക്കുറിച്ച് ഞാൻ വിലപിക്കുന്നു. മോവാബിനെ ഓർത്ത് ഞാൻ നിലവിളിക്കുന്നു. കിർഹെരസിനെ പ്രതി ഞാൻ ദുഃഖിക്കുന്നു. സിപ്മായുടെ മുന്തിരിവള്ളി, ജാസറിനെ ഓർത്തെന്നതിനേക്കാളേറെ ഞാൻ നിന്നെക്കുറിച്ച് വിലപിക്കുന്നു. നിന്റെ ശാഖകൾ കടൽ കടന്ന് ജാസർ വരെ എത്തി. നിന്റെ വേനൽക്കനികളെയും മുന്തിരിവിളകളെയും വിനാശകൻ ആക്രമിക്കുന്നു. ബലസമൃദ്ധമായ മോവാബിൽ നിന്ന് ആനന്ദവും ആഹ്ലാദവും പോയി മറഞ്ഞു. മുന്തിരിച്ചക്കിൽ നിന്ന് വീഞ്ഞ് ഒഴുകുന്നില്ല. ആർപ്പുവിളിയോടെ ആരും ചക്ക് ചവിട്ടുന്നില്ല. ആർത്തനാദമാണ് ഉയരുന്നത്. ഹെഷ്ബോണും എലയാലയും നിലവിളിക്കുന്നു. യാഹാസ് വരെ അവരുടെ ശബ്ദം മുഴങ്ങുന്നു. സോവാർ മുതൽ ഹൊറോണായിയും എഗ്ലാദ് ഷെലിഷിയ വരെയും അത് കേൾക്കുന്നു. നിമ്രീം ജലാശയങ്ങളും ശൂന്യമായിരിക്കുന്നു. മോവാബിലെ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂവാർപ്പണം നടത്തുകയും ചെയ്യുന്നവർക്ക് ഞാൻ അന്ത്യം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ഹൃദയം ഓടക്കുഴലെന്ന പോലെ കിർഹെരസിരെയും മോവാബിരെയും ഓർത്ത് വിലാപസ്വരമുതിർക്കുന്നു. അവരുടെ സമ്പത്ത് നശിച്ചല്ലോ. എല്ലാവരും ശിരസ് മുണ്ടനം ചെയ്തു, താടി ക്ഷൗരം ചെയ്തു, കരങ്ങൾ വ്രണപ്പെടുത്തി അരയിൽ ചാക്കുടുത്തു. മോവാബിൻ്റെ പുരമുകളിലും ചന്തസ്ഥലങ്ങളിലും വിലാപമല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. എന്തെന്നാൽ ആർക്കും വേണ്ടാത്ത പാത്രമെന്ന പോലെ മോവാബിനെ ഞാൻ ഉടച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു. മോവാബ് നിശേഷം നശിച്ചു. അവർ എത്ര വിലപിക്കുന്നു. മോവാബ് ലജ്ജിച്ച് പിന്തിരിയുന്നു. ചുറ്റുമുള്ള ആളുകളിൽ നിന്നയും ഭീതിയും ഉളവാക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, കഴുകനെ പോലെ അതിവേഗം ഒരാൾ പറന്നുവരും. അവൻ മോവാബിനെതിരെ ചിറക് വിടർത്തും. നഗരങ്ങൾ അവൻ അധീനമാകും. കോട്ടകൾ പിടിക്കപ്പെടും. ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ മോവാബിലെ വീരന്മാർ വേദനിക്കും. മോവാബ് നശിക്കും. അതൊരു ജനതയല്ലാതാകും. അവൻ കർത്താവിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഉയർത്തിയല്ലോ. മോവാബിരെ, നിങ്ങളുടെ മുൻപിൽ ഇതാ ഭീതിയും കുഴിയും കെണിയും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.
ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നവൻ കുഴിയിൽ പതിക്കും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽപ്പെടും. മോവാബിൻ്റെ ശിക്ഷാവർഷത്തിൽ ഞാനിവ അവരുടെ മേൽ വരുത്തും. ഓടിപ്പോയവർ ഹെഷ്ബോണിൻ്റെ നിഴലിൽ ദുർബലരായി നിന്നു. ഹെഷ്ബോണിൽ നിന്ന് ഒരു തീ പുറപ്പെട്ടു, സീഹോന്റെ ഭവനത്തിൽ നിന്ന് ഒരു ജ്വാല. അത് മോവാബിൻ്റെ നെറ്റിത്തടം തകർത്തു, കലാപകാരികളുടെ ശിരസ് തകർത്തു. മോവാബേ, നിനക്ക് ദുരിതം. കെമോഷിൻ്റെ ജനം നിർജീവമായി, നിന്റെ പുത്രന്മാർ അടിമകളായി, നിന്റെ പുത്രിമാർ പിടിക്കപ്പെട്ടു. അവസാന നാളുകളിൽ ഞാൻ മോവാബിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അതുവരെയായിരിക്കും മോവാബിൻ്റെ ശിക്ഷ. ജെറമിയ അധ്യായം 49. അമ്മോന്യരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു: ഇസ്രായേലിന് പുത്രന്മാരില്ലേ? അവന് അവകാശികളില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് മിൽക്കോം ഗാദിൻ്റെ ദേശം പിടിച്ചെടുക്കുകയും അവൻ്റെ ആരാധകർ അതിൻ്റെ നഗരങ്ങളിൽ വാസമുറപ്പിക്കുകയും ചെയ്തത്? അമ്മോന്യരുടെ റാബായ്ക്കെതിരെ ഞാൻ പോർവിളി ഉയർത്തുന്ന ദിവസം വരുന്നു. റാബ നാശകൂമ്പാരമാകും, അതിൻ്റെ ഗ്രാമങ്ങൾ അഗ്നിക്കിരയാകും. തങ്ങളെ കൊള്ളയടിച്ചവരെ ഇസ്രായേൽ കൊള്ളയടിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഹെഷ്ബോൺ നിവാസികളെ നിലവിളിക്കുവിൻ, ആയി ശൂന്യമായിരിക്കുന്നു. റാബായുടെ പുത്രിമാരെ ഉച്ചത്തിൽ കരയുവിൻ, ചാക്കുടുത്ത് വിലപിച്ചുകൊണ്ട് അലയുവിൻ. തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടുമൊപ്പം മിൽക്കോം വിപ്രവാസിയാകും. തൻ്റെ ധനത്തിൽ വിശ്വാസം അർപ്പിച്ച് ആര് എനിക്കെതിരെ വരുമെന്ന് ജൽപ്പിച്ച അവിശ്വസ്തയായ പുത്രി, നിന്റെ താഴ്വരകളെക്കുറിച്ച് നീ തന്നെത്താൻ പുകഴ്ത്തുന്നതെന്തിന്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: 4 ഭാഗത്തു നിന്നും ഭീതി നിന്നെ പിടികൂടും. നിങ്ങൾ ഓരോരുത്തരും സ്വജീവനെ പ്രതി ഓടും. ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടാൻ ആരുമുണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അമ്മോന്യരുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഏദോമിനെക്കുറിച്ച് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: തേമാനിൽ ജ്ഞാനം അവശേഷിച്ചിട്ടില്ലേ? വിവേകിയുടെ വിവേകം നശിച്ചു പോയോ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ദദാൻ നിവാസികളെ പിന്തിരിഞ്ഞോടുവിൻ, ഗർത്തങ്ങളിൽ പോയി ഒളിക്കുവിൻ. ശിക്ഷയുടെ നാളിൽ ഏസാവിൻ്റെ മേൽ ഞാൻ ദുരിതം വരുത്തും. മുന്തിരി ശേഖരിക്കുന്നവർ കുറച്ചെങ്കിലും അവശേഷിപ്പിക്കാറില്ലേ? രാത്രിയിൽ വരുന്ന കള്ളന്മാർ തങ്ങൾക്ക് വേണ്ടതല്ലേ എടുക്കൂ. ഏസാവിനെ ഞാൻ ശൂന്യമാക്കി, അവൻ്റെ ഒളിസങ്കേതങ്ങൾ തുറന്നിട്ടു. അവൻ ഒളിച്ചിരിക്കാൻ കഴിയുകയില്ല. അവൻ്റെ മക്കളും സഹോദരരും അയൽക്കാരും നശിച്ചു. അവൻ ഇല്ലാതായി. നിന്റെ അനാഥരായ മക്കളെ എന്നെ ഏൽപ്പിക്കുക, ഞാൻ അവരെ സംരക്ഷിക്കും. നിന്റെ വിധവകൾ എന്നെ ആശ്രയിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു: അർഹിക്കാത്തവനെ പോലും പാനപാത്രത്തിൽ നിന്ന് കുടിപ്പിക്കുമെങ്കിൽ നിന്നെ വെറുതെ വിടുമോ? നീ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. നീ അത് കുടിച്ചേ തീരൂ. ഞാൻ ശപഥം ചെയ്യുന്നു: ബസ്ര ഭീകരവും അപഹാസ്യവും ശൂന്യവും ശാപഗ്രസ്തവുമാകും. അവളുടെ നഗരങ്ങൾ എന്നേക്കും ശൂന്യമായി കിടക്കും. കർത്താവിൽ നിന്ന് എനിക്കൊരു വാർത്ത ലഭിച്ചു. ജനതകളുടെ ഇടയിലേക്ക് ഒരു ദൂതൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഏദോമിനെതിരെ ഒരുമിച്ച് കൂടുവിൻ, യുദ്ധസന്നദ്ധരാകുവിൻ. ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ ചെറുതാക്കും, മനുഷ്യരുടെ ഇടയിൽ നിന്നാപാത്രവും. പാറക്കെട്ടുകളിൽ വസിക്കുകയും ഗിരിശൃംഖങ്ങളെ കീഴടക്കുകയും ചെയ്ത നീ, അന്യരിൽ ഉണർത്തിയ ഭീതിയും നിന്റെ ഗർവവും നിന്നെ വഞ്ചിച്ചു. നീ കഴുകനെ പോലെ ഉയരത്തിൽ കൂടുവച്ചാലും നിന്നെ ഞാൻ താഴെയിറക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. ഏദോം ബീഭത്സമാകും,
കടന്നുപോകുന്നവർ അതിനെ ഭയപ്പെടുകയും അതിന് നേരിട്ട അത്യാഹിതത്തിൽ വിസ്മയിക്കുകയും ചെയ്യും. സോദോമും ഗൊമോറായും സമീപ നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടപ്പോഴെന്ന പോലെ ഏദോമിലും ആരും വസിക്കുകയില്ല, ആരും അതിലെ സഞ്ചരിക്കുകയുമില്ല. ജോർദാൻ വനങ്ങളിൽ നിന്ന് ആട്ടിൻപറ്റങ്ങളുടെ നേരെ വരുന്ന സിംഹത്തെപ്പോലെ ഞാൻ അവരെ ഏദോമിൽ നിന്ന് ഓടിച്ചു കളയും. എനിക്കിഷ്ടപ്പെട്ടവനെ ഞാൻ അവളുടെ ഭരണാധികാരിയാക്കും. ആരുണ്ട് എനിക്ക് തുല്യൻ? എന്നോട് കണക്ക് ചോദിക്കാൻ ആർക്ക് കഴിയും? ഏതിടയൻ എൻ്റെ മുൻപിൽ നിൽക്കും? ഏദോമിനും തേമാനും എതിരായുള്ള കർത്താവിൻ്റെ നിശ്ചയങ്ങൾ കേട്ടുകൊള്ളുവിൻ. അജഗണത്തിലെ കുഞ്ഞാടുകൾ പോലും വലിച്ചിഴയ്ക്കപ്പെടും. അവയ്ക്കുള്ള ശിക്ഷ കണ്ട് ആലകൾ സംഭീതമാകും. അവ വീഴുന്ന ശബ്ദം കേട്ട് ഭൂമി വിറയ്ക്കും. അവയുടെ നിലവിളി ചെങ്കടൽ വരെ എത്തും. ഒരുവൻ കഴുകനെ പോലെ ഉയർന്ന് അതിവേഗം പറക്കും. അത് ബസ്രായ്ക്കെതിരെ ചിറക് വിടർത്തും. അന്ന് ഏദോമിലെ വീരന്മാർ ഈറ്റുനോവെടുത്ത സ്ത്രീകളെ പോലെ വേദനിക്കും. ദമാസ്കസിനെ കുറിച്ച്: ഹമാത്തും അർപ്പാദും പരിഭ്രാന്തരാകുന്നു. അവർക്ക് ദുഃഖവാർത്ത ലഭിച്ചിരിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുന്നു. അടങ്ങാത്ത കടൽ പോലെ അവർ പ്രക്ഷുബ്ധരായിരിക്കുന്നു. ദമാസ്കസ് ദുർബലയായി. അവൾ ഓടാൻ ശ്രമിച്ചു, എന്നാൽ സംഭ്രമം അവളെ തടഞ്ഞു നിർത്തി. പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ വേദനയും വിഷമവും അവളെ കീഴടക്കി. ആഹ്ലാദത്തിൻ്റെ നഗരം, പ്രശസ്തിയുടെ നഗരം ഇതാ ഉപേക്ഷിക്കപ്പെടുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് അവളുടെ യുവാക്കൾ പൊതുസ്ഥലങ്ങളിൽ വീഴും, അവളുടെ യോദ്ധാക്കൾ നശിപ്പിക്കപ്പെടും. ദമാസ്കസിന്റെ കോട്ടകൾക്ക് ഞാൻ തീ കൊളുത്തും. അത് ബെൻഹദാദിന്റെ ദുർഗങ്ങളെ വിഴുങ്ങും. കേദാറിനെയും ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ നശിപ്പിച്ച ഹാസോറിന്റെ രാജ്യങ്ങളെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. എഴുന്നേറ്റ് കേദാറിനെതിരെ നീങ്ങുക, പൗരസ്ഥരായ അവരെ നശിപ്പിക്കുക. അവരുടെ കൂടാരങ്ങളും തിരശീലകളും ആടുമാടുകളും വസ്തുവകകളും കൊള്ളയടിക്കുക. അവരുടെ ഒട്ടകങ്ങളെ പിടിച്ചെടുക്കുക. അവരോട് വിളിച്ചു പറയുക, എങ്ങും ഭീകരത. ഹാസോർ നിവാസികളെ, വിദൂരത്തേക്ക് പലായനം ചെയ്യുവിൻ, ഗർത്തങ്ങളിൽ ഒളിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു. നിങ്ങളെ നശിപ്പിക്കാൻ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ നിങ്ങൾക്കെതിരെ വരുന്നു. എഴുന്നേൽക്കുക. വാതിലുകളും ഓടാമ്പലുകളും ഇല്ലാതെ നിർവിശങ്കം സ്വതന്ത്രമായി ജീവിക്കുന്ന ജനതയ്ക്കെതിരെ നീങ്ങുക. അവരുടെ ഒട്ടകങ്ങളെയും ആടുമാടുകളെയും കൊള്ളയടിക്കുക. ചെന്നി മുണ്ടനം ചെയ്തവരെ ഞാൻ കാറ്റിൽ പറത്തും. നാനാവശത്തു നിന്നും അവർക്ക് ദുരിതം വരുത്തും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹാസോർ കുറുനരികളുടെ സങ്കേതവും ശാശ്വത ശൂന്യതയുമായി തീരും. ആരും അവിടെ വസിക്കുകയില്ല, യാത്രക്കിടയിൽ തങ്ങുകയുമില്ല. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിന്റെ ആരംഭകാലത്ത് ഏലാമിനെക്കുറിച്ച് ജെറമിയായ്ക്ക് ലഭിച്ച കർത്താവിന്റെ അരുളപ്പാട്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഏലാമിന്റെ വില്ല് ഞാൻ ഒടിക്കും, അതാണ് അവരുടെ ശക്തി. ഞാൻ ഏലാമിന്റെ മേൽ ദിഗന്ധങ്ങളിൽ നിന്ന് കാറ്റുകളെ അയക്കും, അവർ 4 വാർഡും ചിതറും. ഏലാമിൽ നിന്ന് ഓടിപ്പോകുന്നവർ അഭയം തേടാത്ത ഒരു രാജ്യവും ഉണ്ടായിരിക്കുകയില്ല. വേട്ടയാടുന്ന ശത്രുക്കളുടെ മുൻപിൽ സംഭീതരാകാൻ ഞാൻ അവർക്ക് ഇടവരുത്തും. എൻ്റെ ഉഗ്രകോപത്തിൽ ഞാൻ അവർക്ക് അനർത്ഥം വരുത്തും. അവരെ ഉന്മൂലനം ചെയ്യുന്നതുവരെ വാളവരെ പിന്തുടരും. എൻ്റെ സിംഹാസനം ഏലാമിൽ ഞാൻ ഉറപ്പിക്കും. അവരുടെ രാജാവിനെയും പ്രഭുക്കന്മാരെയും ഞാൻ നശിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവസാന നാളുകളിൽ ഏലാമിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. Chapter 47.
This is the word that came from the Lord to the prophet Jeremiah concerning the Philistines, before Pharaoh attacked Gaza. Thus says the Lord, Behold, waters are rising from the north, a torrent in flood. It shall flood the land, and all that is in it, the cities and their people. All the people of the land set up a wailing cry. They hear the stamping hoofs of his steeds, the rattling chariots, the rumbling wheels. Fathers turn not to save their children, their hands fall helpless, because of the day which has come to ruin all the Philistines, and cut off from Tyre and Sidon the last of their allies. Yes, the Lord is destroying the Philistines, the remnant from the coasts of Kaftor. Gaza is shaved bald, Ashkelon is reduced to silence. Ashdod, the remnant of their strength, how long will you gash yourself? Alas, sword of the Lord, how long till you find rest? Return into your scabbard, stop, be still. How can it find rest when the Lord has commanded it? Against Ashkelon and the seashore he has appointed it. Chapter 48. Concerning Moab, thus says the Lord of hosts, the God of Israel, Woe to Nebo, it is laid waste. Kiriathaim is disgraced and captured. Disgraced and overthrown is the stronghold. Moab's glory is no more. Evil they plan against Heshbon. Come, let us put an end to her as a people. You too, madmen, shall be reduced to silence. Behind you stalks the sword. Listen, a cry from Horonaim, of ruin and great destruction. Moab is crushed. Their outcry is heard in Zoar. The ascent of Luhith they climb weeping. On the descent to Horonaim the cry of destruction is heard. Flee, save your lives, to survive like the wild ass in the desert. Because you trusted in your works and your treasures, you also shall be captured. Chemosh shall go into exile, his priests and princes with him. The destroyer comes upon every city, not a city escapes. Ruined is the valley, wasted the plain, as the Lord has said. Set up a memorial for Moab, for it is an utter wasteland. Its cities are turned into ruins where no one dwells. Cursed be he who does the Lord's work remissly. Cursed he who holds back his sword from blood. Moab has been tranquil from his youth, has rested upon his lees. He was not poured from one flask to another, he went not into exile. Thus he kept his taste, and his scent was not lost. Hence the day shall come, says the Lord, when I will send him coopers to turn him over. They shall empty his flasks and break his jars. Chemosh shall disappoint Moab, as Israel was disappointed by Bethel, in which they trusted. How can you say, We are heroes, men valiant in war? The ravager of Moab and his cities advances. The flower of his youth goes down to be slaughtered, says the King, the Lord of hosts by name. Near at hand is Moab's ruin. His disaster hastens apace. Mourn for him, all you his neighbors, all you who knew him well. Say, How the strong staff is broken, the glorious rod! Come down from glory, sit on the ground, you that dwell in Dibon. Moab's ravager has come up against you, he has ruined your strongholds. Stand by the wayside, watch closely, you that dwell in Aroer. Ask the man who flees, the woman who tries to escape. Say to them, What has happened? Moab is disgraced, yes, destroyed. Howl and cry out. Publish it at the Arnon. Moab is ruined. For judgment has come on the land of the plateau, on Holon, Jazza, on Mephath, on Dibon, Nebo, and Beth Diblathaim, on Kiriathaim, Beth Gamul, and Beth Meon, on Kirioth, and on Bozrah, on all the cities of Moab, far and near. Moab's strength is broken, his might is shattered, says the Lord. Because he boasted against the Lord, make Moab drunk, so that he retches and vomits, and he too becomes a laughingstock. Is Israel a laughingstock to you? Was she caught among thieves, that you shake your head whenever you speak of her? Leave the cities, dwell in the crags, you that dwell in Moab. Be like a dove that nests out of reach on the edge of a chasm. We have heard of the pride of Moab, pride beyond bounds. His loftiness, his pride, his scorn, his insolence of heart. I know, says the Lord, his arrogance.
liar in boast, liar in deed. And so I wail over Moab, over all Moab I cry, over the men of Kir-Heres I moan. More than for Jazer I weep over you, vineyard of Sibma. Your tendrils trail down to the sea, as far as Jazer they stretched. Upon your harvest, upon your vintage, the ravager has fallen. Joy and jubilation are at an end in the fruit gardens of the land of Moab. I drain the wine from the wine vats. The treader treads no more, the vintage shout is stilled. The cry of Heshbon and Elealeh is heard as far as Jahaz. They call from Zoar to Horonaim, and to Eglath Shelishah. For even the waters of Nimrim turn into a desert. I will leave no one in Moab, says the Lord, to offer a holocaust on the high place, or to burn incense to his gods. Hence the wail of flutes for Moab is in my heart. For the men of Kir-Heres the wail of flutes is in my heart. The wealth they acquired has perished. Every head has been made bald, every beard shaved, every hand is gashed, and the loins of all are clothed in sackcloth. On every roof of Moab and in all his squares there is mourning. I have shattered Moab like a pot that no one wants, says the Lord. How terror seizes Moab, and wailing, how he turns his back in shame. Moab has become a laughingstock, and a horror to all his neighbors. For thus says the Lord, Behold, like an eagle he soars, spreads his wings over Moab. Cities are taken, strongholds seized. On that day the hearts of Moab's heroes are like the heart of a woman in travail. Moab shall be destroyed, no more a people, because he boasted against the Lord. Terror, pit, and trap be upon you, people of Moab, says the Lord. He who flees from the terror falls into the pit. He who climbs from the pit is caught in the trap. For I will bring these things upon Moab in the year of their punishment, says the Lord. In Heshbon's shadow stop short the exhausted refugees, for fire breaks forth from Heshbon, and a blaze from the house of Sihon. It consumes the brow of Moab, the skull of the noisemakers. Woe to you, O Moab! You are ruined, O people of Chemosh! Your sons are taken into exile, your daughters into captivity. But I will change the lot of Moab in the days to come, says the Lord. Thus far the judgment on Moab. Chapter 49. Concerning the Ammonites, thus says the Lord, Has Israel no sons? Has he no heir? Why then has Milcom disinherited Gad? Why have his people settled in Gad's cities? But the days are coming, says the Lord, when against Rabbah of the Ammonites I will sound the battle alarm. She shall become a mound of ruins, and her daughter city shall be destroyed by fire. Israel shall inherit those who disinherited her, says the Lord. Howl, Heshbon, for the ravager approaches. Shriek, daughters of Rabbah. Put on sackcloth and mourn, run to and fro, gashing yourselves, for Milcom goes into exile along with his priests and captains. Why do you glory in your strength, your ebbing strength, rebellious daughter? You who trust in your treasure, saying, Who can come against me? I am bringing terror upon you, says the Lord God of hosts. From all round about you, you shall be scattered, each man in headlong flight, with no one to rally the fugitives. But afterward I will change the lot of the Ammonites, says the Lord. Concerning Edom, thus says the Lord of hosts, Is there no more wisdom in Teman? Has counsel perished from the prudent? Has their wisdom become corrupt? Flee, retreat, hide in deep holes, you who live in Dedon, for I will bring destruction upon Esau when I come to punish him. If vintagers came upon you, they would leave no gleanings. If thieves by night, they would destroy as they pleased. So I myself will strip Esau. I will uncover his retreat so that he cannot hide. He is ruined, sons and brothers and neighbors, so that he is no more. Leave your orphans behind. I will keep them alive. Your widows, let them trust in me. For thus says the Lord, Even those not sentenced to drink the cup must drink it. Shall you then go unpunished? You shall not go unpunished. You shall surely drink it.
By my own self I have sworn, says the Lord, Bozrah shall become an object of horror and a disgrace, a desolation and a curse. She and all her cities shall become ruins forever. I have heard a report from the Lord. A herald has been sent among the nations. Gather together, move against her, rise up for battle. Small will I make you among the nations, despised among men. The terror you spread beguiled you, and your presumption of heart. You that live in rocky crags, that hold the heights of the hill, though you build your nest high as the eagle, from there I will drag you down, says the Lord. Edom shall become an object of horror. Every passer-by shall be appalled, and catch his breath at all her wounds. As when Sodom, Gomorrah, and their neighbors were overthrown, says the Lord, not a man shall dwell there, no one shall visit there. As when a lion comes up from the thicket of Jordan to the permanent feeding grounds, so I, in an instant, will drive men off, and whom I choose I will establish there. For who is like me? Who can call me to account? What shepherd can stand against me? Therefore hear the counsel of the Lord which he has taken against Edom. Hear the plans he has made against those that live in Teman. They shall be dragged away, even the smallest sheep. Their own pasture shall be aghast because of them. At the noise of their fall the earth quakes. To the Red Sea the outcry is heard. See, like an eagle he soars aloft and spreads his wings over Bozrah. On that day the hearts of Edom's heroes shall be like the heart of a woman in travail. Concerning Damascus, Hamath and Arpad are covered with shame. They have heard bad news. Worried, they toss like the sea which cannot rest. Damascus is weakened. She turns to flee. Panic has seized her. Distress and pangs take hold of her like those of a woman in travail. How can the city of glory be forsaken, the town of delight? But now her young men shall fall in her streets, and all her warriors shall be stilled. On that day, says the Lord of hosts, I will set fire to the wall of Damascus, and it shall devour the palaces of Ben-Hadad. Of Kedar and the kingdoms of Hazor, defeated by Nebuchadnezzar king of Babylon, thus says the Lord, Rise up, attack Kedar, ravage the Easterners. Their tents and herds shall be taken away, their tent curtains and all their goods. Their camels they shall carry off for themselves, and shout from upon them, terror on every side. Flee, leave your homes, hide in deep holes, you that live in Hazor, says the Lord, for counsel has been taken against you. A plan has been formed against you, Nebuchadnezzar king of Babylon. Rise up, set out against a nation that is at peace, that lives secure, says the Lord, that has no gates or bars, and dwells alone. Their camels shall be your booty, their many herds your spoil. I will scatter to the winds those who shave their temples. From all sides I will bring ruin upon them, says the Lord. Hazor shall become a haunt of jackals, a desert forever. Where no man lives, no human being stays. The following word of the Lord against Elam came to the prophet Jeremiah at the beginning of the reign of Zedekiah king of Judah. Thus says the Lord of hosts, Behold, I will break the bow of Elam, the mainstay of their might. I will bring upon Elam the four winds from the four ends of the heavens. I will scatter them to all these winds, till there is no nation to which the outcasts of Elam shall not come. I will break Elam before their foes, before those who seek their life. I will bring evil upon them, my burning wrath, says the Lord. I will send the sword to pursue them until I have completely made an end of them. My throne I will set up in Elam, and destroy from there king and princes, says the Lord. But in the days to come I will change the lot of Elam, says the Lord.